ഇവിടെ സത്യസന്ധമായിട്ട് PC ജോൺ പറഞ്ഞത് എന്താണ്? ഒരിക്കൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം അക്ഷരാർത്ഥത്തിൽ സത്യമായിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സൗജന്യ യാത്രകൾ സ്ത്രീകൾക്ക് അനുവദിച്ചാൽ ഇവിടെ വീട്ടിൽ സ്വന്തമായി കാറുള്ളവര്, ഒരുപാട് സമ്പാദ്യമുള്ളവര്, ആ സ്ത്രീകളൊക്കെ ഈ സൗജന്യ യാത്ര ഉപയോഗിച്ചാൽ അത് ശരിയാണോ? അപ്പൊ ഈ സൗജന്യ യാത്ര കൊടുക്കുന്നത് തെറ്റല്ലേ? അത് കൊടുക്കാൻ പാടില്ല, അത് ശരിയല്ല എന്ന് വാദിച്ച മനുഷ്യനാണ് മുന്നത്തെ ഗതാഗത മന്ത്രി. അതേ സംഭവം തന്നെയാണ് ഇവിടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് PC ജോൺ പറഞ്ഞത്. PC ജോൺ എന്താണ് പറയുന്നത്? ഇവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തപ്പോൾ, സൗജന്യം എന്ന് കേട്ടപ്പോൾ ഈ പറഞ്ഞ കാറും ഒരുപാട് സമ്പാദ്യം ഒക്കെ ഉള്ള ആളുകൾ ഈ സൗജന്യ യാത്ര ഉപയോഗിക്കുന്നു. ഈ സൗജന്യ യാത്ര ആർക്കാണ്? ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ദരിദ്രർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ജോലി ഒക്കെ കഴിഞ്ഞ് അന്നന്ന് ആ മാസം കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയാതെ വരുന്നവര്, അവർക്ക് ഇതൊരു താങ്ങാവുമെങ്കിൽ അത്തരക്കാർ ഇത് ഉപയോഗിക്കട്ടെ. അല്ലെങ്കിൽ ഒട്ടും തന്നെ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യത്തെ യാത്രാക്കൂലി ഇല്ല എന്ന് കരുതിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിക്കെടുക്കുന്നവർ, അവരിത് ഉപയോഗിക്കട്ടെ. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം രൂപീകരിച്ചിട്ടുള്ളത്.